ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ചൂടൊക്കെ അല്ലേ, ഈ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് സാബുദാനയാണ് എടുത്തിരിക്കുന്നത്. ചൗരി എന്ന് പറയുമല്ലോ, അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 പ്രാവശ്യം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ സാബുദാനയുടെ തൊട്ട് മേലെ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ്റെ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് നന്നായി മിക്സായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഏകദേശം സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലെടുത്ത് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാബുദാന ഉണ്ടല്ലോ, അത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ 2 കപ്പ് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള സാബുദാന ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അത് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 7-8 മിനിറ്റ് മതി, അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. അത് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. എന്നാൽ അതിൻ്റെ മേലുള്ള ഒരു തരം കൊഴുപ്പുണ്ടാവും, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടിയും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാബുദാനയും കൂടി ഇതിലേക്ക് ചേർക്കണം. സാബുദാനയും പാലും കൂടിയിട്ട് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറുകി വരും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് ഇത് ഓഫ് ചെയ്യാം. നമുക്കിതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് അതിൻ്റെ ചൂടൊക്കെ വിട്ടതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ജെല്ലി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. എത്ര വലിപ്പമാണോ വേണ്ടത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതാ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാബുദാനയുടെ മിക്സ് എടുക്കുക. അതിലേക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള ജെല്ലിയൊക്കെ ഇടണം. എപ്പോഴാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങളിത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴായിരിക്കും അതിന് ഒന്നും കൂടി ഭംഗിയുണ്ടായിരിക്കുക. ഇപ്പോൾ ഇതാ മൊത്തം എല്ലാ ജെല്ലിയുടെ കഷ്ണം ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരം നമ്മളുടെ റോസ് സിറപ്പ് ഉണ്ടല്ലോ, ഫലൂദയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റോസ് സിറപ്പ്, അതൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഈ സിറപ്പ് ഒഴിക്കണ കാരണം നമുക്ക് പിന്നെ വേറെ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സാബുദാന ഡ്രിങ്കിന് നല്ലൊരു കളറും നല്ല ഭംഗിയും കിട്ടും കേട്ടോ ഈ സിറപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതും കൂടിയും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ റെക്കോർഡായിട്ടില്ല കേട്ടോ. അതാണ് ഈ ബ്ലാക്ക് കളറായിട്ട് കാണുന്നത്. സബ്ജ സീഡാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള സാബുദാന ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല ചൂടുമല്ലേ, ഈ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.